എല്ലാവർക്കും നമസ്കാരം. ദിശ ആയുർവേദയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ഡോക്ടർ സ്വന്തം മാമിയെ കൊണ്ട് ഒരു റിവ്യൂ പറയിപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ മാമി സുമം. എല്ലാവരും സ്വന്തം കുടുംബത്തിലുള്ളൊരു ഡോക്ടറെ അടുത്ത് പൊതുവേ ട്രീറ്റ്മെൻറ്റ് പോലും കുറവാണ് അല്ലേ? അപ്പോൾ മാമി എൻ്റെ അറിവിൽ ഒരുപാട് ഡോക്ടേഴ്സ് എടുത്ത് പല ഭാഗങ്ങളിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട്. അവസാന ഘട്ടമാണ് ദിശേൻ്റെ അടുത്ത് എത്തിപ്പെട്ടുള്ളത്. മാമീൻ്റെ ഒരു എക്സ്പീരിയൻസിലൊന്ന് ഷെയർ ചെയ്യും. ഞാൻ എന്താ പറയണ്ടേ, കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം തന്നെ മുട്ടുവേദന, അതുപോലെ ജോയിൻസ് വേദന, തൈറോയിഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു. അതൊന്നും പറ്റാണ്ട് വെക്കുമ്പോൾ നമ്മൾ അലോപ്പതിയിലേക്ക് പോയി. അങ്ങനെ കുറേ ഗുളികകളൊക്കെ കഴിച്ചു. അപ്പോൾ ഗുളിക കഴിക്കുമ്പോൾ ആ സമയത്ത് ഒരു ആശ്വാസം കിട്ടും. പിന്നെയും ഒരു ദിവസം മുടങ്ങുമ്പോൾക്ക് പിന്നെയും വേദന വന്ന്, അങ്ങനെ സിറോയിഡ് പോലത്തെ ഗുളികയാണ് തരുന്നത് അലോപ്പതിയിൽ. അപ്പോൾ അത് കഴിക്കും തോറുമെന്ന് വെച്ചാൽ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ തന്നെ എന്നോട് പറയാൻ തുടങ്ങി, ടീച്ചറെ നിങ്ങൾക്ക് ഇത് കിഡ്നിയൊക്കെ അടിച്ചു പോകും, നിങ്ങൾക്കിത് ഇങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ പറച്ചിലോട് കൂടിയാണ് എനിക്ക് പേടി വന്നത്, ബോധം വന്നതും. നമ്മളിപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ ഉള്ളിലുള്ള ഓർഗനൊക്കെ ഇങ്ങനെയാവും, കിഡ്നി ഫെയിലാവും, അതുപോലെ ലിവറിൻ്റെ ഫംഗ്ഷനൊക്കെ പറഞ്ഞു. അപ്പം ആ സമയത്ത് മാമിക്ക് അറിയാമായിരുന്നോ ഞാൻ സിറോയിഡാണ് കഴിക്കുന്നത്? സിറോയിഡാന്ന് വേദനേൻ്റെ ഗുളികയാണെന്നറിയാം, അത് ഇത്ര പവർഫുള്ളാണെന്ന് നമുക്കറിയുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലായി. അവരെന്ന് വെച്ചാൽ എനിക്ക് ആ ഡോക്ടറെ കാണിച്ചിട്ട് ഒരു മാസത്തെ ഗുളികയാണ് തരിക. അപ്പോൾ ഞാൻ അടുത്ത ബുക്കിങ്ങിനായിട്ട് ഡോക്ടറെ ഫോൺ ചെയ്തപ്പോൾ ഡോക്ടർ അവിടെ ഔട്ട് ഓഫ് സ്റ്റേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ വരുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് അതുവരെ നിൽക്കാനുള്ള ഗുളിക അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവർ പറഞ്ഞ് ഡോക്ടറെ ഇതില്ലാണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും നിങ്ങളെ വിചാരിച്ച് ഞാനൊരു 5 ദിവസത്തേക്കൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വാങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ഞാനെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു 5 എണ്ണം വാങ്ങും, വേറൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങും. അപ്പോൾ എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ കിഡ്നിയും ലിവറെല്ലാം ഉള്ളിൽ തന്നെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താളെ, ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഗുളികകളാണ്, അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും അത് ഒഴിവാക്കുക. അങ്ങനെയാണ് ഞാൻ അതൊഴിവാക്കിയിട്ട് ആയുർവേദം ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ, പയ്യോളിയുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ 14 ദിവസം കിടന്നു, ഉഴിച്ചലും കിഴിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേദന മാറും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വെക്കേഷൻ സമയത്ത് സ്കൂളിൽ ടീച്ചറായതുകൊണ്ട് വെക്കേഷൻ്റെ ടൈമിലേ നമുക്ക് പോകാൻ പറ്റൂ. അങ്ങനെ അവിടെ പോയി 14 ദിവസം കിടന്നു. എന്നിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞു. എനിക്കൊരു വ്യത്യാസവും തോന്നിയിട്ടില്ല. അവർ ചോദിക്കുന്നവരും ഉണ്ട് അന്നേരം പറയാമെന്നല്ലാണ്ട് ഒന്നുമില്ല. കുറേ കഷായവും അരിഷ്ടവും ഒക്കെ കുടിച്ചു, ഒരു മാറ്റവും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയും വീണ്ടും കൂടുകയല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. ആ സമയത്ത് മറ്റേ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു? ഇല്ല, നിർത്തിയിട്ടാണ് ആയുർവേദത്തിലേക്ക് പോയത്. അപ്പോൾ പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് കോൺസ്റ്റിപ്പേഷനും വന്നു. അങ്ങനെ അപ്പോൾ ഓരോ ഡോക്ടറെ കാണിക്കുമ്പോൾ അതാണ് കാരണം എന്നൊക്കെ പറഞ്ഞു. കോൺസ്റ്റിപ്പേഷൻ്റെ കാരണം ഇങ്ങനെ ഗുളികകൾ കുറേ കഴിച്ചതുകൊണ്ടാണ്. അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ദിശേനോട് തന്നെ പറഞ്ഞു, ദിശ ഇനി ഒരു പരീക്ഷിക്കാൻ ഞാനില്ല, എൻ്റെ ഉള്ളിലുള്ള ഓർഗനെല്ലാം ഉണ്ടോ എന്ന് ആദ്യം നീ നോക്കണം, എന്നിട്ട് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റിനും ഞാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ ഇവരെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരു പേഷ്യൻ്റ് നിന്ന് ചികിത്സിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ പോയ ആ സ്പോട്ടിൽ ഞാൻ വരും, എന്നെ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2021 തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തെ ഞാനൊരു 14 കിലോളം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 2021 മാമി ആദ്യമായിട്ട്. എന്തൊക്കെയായിരുന്നു മാമിയുടെ പ്രധാന പ്രശ്നങ്ങൾ? പ്രധാന പ്രശ്നം ഇതന്നെ, പെയിനാണ്, മുട്ടുവേദന, അതുപോലെ തന്നെ ജോയിൻസ്, കൈൻ്റെ വിരൽ ഒക്കെ വേദനയായിരുന്നു. പിന്നെ കുറച്ച് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തൈറോയിഡ്, അതിനനുബന്ധിച്ച് രാവിലെ എണീക്കുമ്പോൾ കാല് താഴെ വെക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ വേദനകൾ. പിന്നെ തൈറോയിഡിന് എത്ര നാളായിട്ട് മരുന്ന് കഴിക്കുന്നു? ഞാനൊരു 8 വർഷത്തോളം മേലെയായിട്ട് 2021 തുടങ്ങിയത്. അതിന് മുന്നേ 8 വർഷത്തോളം ഞാൻ ഗുളിക കഴിച്ചു, തൈറോയിഡ് കഴിച്ചു. ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. മാമിക്ക് എത്രാമത്തെ വയസ്സ്, മീൻസ് എത്ര വർഷമായി ഈ ഒരു ലക്ഷണങ്ങളൊക്കെ, ഈ വേദനകളൊക്കെ തുടങ്ങിയിട്ടൊരു 7-8 വർഷമായി. 8 വർഷത്തോളമായിട്ട് പല ട്രീറ്റ്മെൻറ്റുകളും എല്ലാ വിഭാഗത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു. അവസാനമാണ് വീണ്ടും ആയുർവേദത്തിൽ തന്നെ വന്നത് അല്ലേ, ദിശയുടെ ട്രീറ്റ്മെൻറ്റിലേക്ക്. ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടുകൾ എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം കൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് മാമിക്ക് ഉണ്ടായെന്നുള്ളത്? അത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്ന ആൾക്ക് വല്ലാതെ മാറ്റം തോന്നും. ഞാൻ വല്ലാതെ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 68 കിലോ ഉള്ള ഞാൻ 54 കിലോ ആയി. എന്ന് വെച്ചാൽ കിലോ ആയതല്ല എന്ന് വെച്ചാൽ അത്രയും എനിക്ക് വെയിറ്റ് വേണ്ടു.
അത് കാണുന്ന ആൾക്കാർക്ക് സെറ്റ് ചെയ്തിരിക്കണ്ട, പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാർ മാമിക്ക് 68 കിലോ ഉണ്ടായിരുന്നു. പക്ഷെ മാമിക്ക് തടി കുറക്കാനാണ് ആക്ച്വലി ഇഷ്ടം. അപ്പം മാമി ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം 54 കിലോയിലേക്ക് മാറി. അത് കാണുന്നൊക്കെ ഒരു വിഷമം പോലെ തോന്നുമെങ്കിലും എനിക്കത് നല്ല പോസിറ്റീവായിട്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നതിലും ഒന്നിനും നമുക്കൊരു എന്താ പറയുക മടിയോ അങ്ങനത്തെ ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മൾ മെന്റലി നല്ല ഫ്രീ ആണ്, നമുക്ക് നല്ല ഹാപ്പിയാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്ന് വെച്ചാൽ മെലിഞ്ഞതിൽ ഒരു കാര്യമൊന്നുമില്ല, അത് വേണ്ടാതെ തടിയായിരുന്നു എന്നുള്ളത് ആ മെലിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് എവിടെ പോകാനും എന്ത് ചെയ്യാനും നല്ല ഇത് സ്മാർട്ടായിരുന്നു. പണ്ടൊക്കെ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ തടിയുള്ള സമയത്ത്, അതായത് വേദനയുള്ള സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോ ജോലി ചെയ്യുമ്പോൾ വല്ലാതെ വിഷമത്തോടെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് വേദനയും ഇല്ല, അതേപോലെ നമുക്ക് എന്താ പറയുക എന്ത് ചെയ്യാനും ഒരു ഉന്മേഷമൊക്കെ ഉണ്ടായിരുന്നു. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാണ് അതിൻ്റെ ഫലം നമുക്ക് അറിഞ്ഞതോടുകൂടി നമുക്കതിനോട് ഭയങ്കര ഒരു ആദ്യത്തെ കുറച്ച് ദിവസമേ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫുഡിലെല്ലാം തോന്നിയിട്ടുള്ളൂ. പിന്നെ ഒരു ക്രൈസായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, കൂടുതലും ദിശയുടെ പേഷ്യൻസ് കൂടുതലും ടീച്ചേഴ്സാണ്. എല്ലാവരും മെയിൻ പ്രശ്നമായിരുന്നു ഈ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, കാരണം വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്കൂളിൽ രാവിലെ പോയാൽ തന്നെ ക്ലാസ് എടുക്കാൻ എല്ലാത്തിനും ബുദ്ധിമുട്ട്. പിന്നീട് ട്രീറ്റ്മെൻറ്റിന് ശേഷം നല്ല നല്ല വ്യത്യാസം അവർക്ക് പല രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മാമിക്ക് ഉണ്ടായിട്ടുള്ളത് തോന്നുന്നു അല്ലേ? അതേപോലെ തന്നെ നമുക്ക് സ്കൂളിൽ പോയാലും കുറേ ടൈം നിൽക്കണം, അതേപോലെ തന്നെ വീട്ടിലായാലും നമ്മൾ കുറേ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനോടുകൂടി ആ നിൽക്കുന്നതിനോ അങ്ങനത്തെ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പിന്നീട്. മാമി ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ആളാണല്ലോ, ശരിക്കും അത്യാവശ്യം നല്ല ഫുഡിയാണ്. പല ഭക്ഷണങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ആളാണ്, നല്ല നല്ല കോമ്പിനേഷൻ സാധനങ്ങളൊക്കെ. അപ്പോൾ മാമി ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഞാൻ പറയാം, ഇനി ആര് വേണമെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ മാമി നന്നായി ഭക്ഷണവും അത്യാവശ്യം ക്വാണ്ടിറ്റി കഴിക്കുന്നില്ല, പല വെറൈറ്റി. അതല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതും അങ്ങനെയല്ല. എനിക്കൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ടേസ്റ്റ് അല്ലെങ്കിൽ ഞാൻ കഴിക്കും. എൻ്റെ മക്കളായാലും ഹസ്ബൻഡായാലും പറയും അത് ഒരു ദിവസം എങ്ങനെ ആയാലും എന്താ കുഴപ്പം, പക്ഷെ ഞാൻ കഴിക്കൂല. അങ്ങനെയാണ്, അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് എല്ലാ വിഭവങ്ങളും ഇല്ലാണ്ട് ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയെല്ലാം ഞാൻ. അപ്പം അങ്ങനെ ശീലിച്ച് വളർന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഞങ്ങളെപ്പം പറയും പഥ്യം എന്ന് പറയുമ്പോൾ വലിയ അങ്ങനെ ഒരു ഭയാനകമായ പഥ്യമൊന്നല്ല. പക്ഷെ നമ്മുടെ പഥ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ടാണ് മാമിയെ അതിശയിപ്പിച്ചത്. അതല്ല, നമ്മൾ പഥ്യം ചെയ്യാനോ എന്തിനും തയ്യാറാവുന്നത് നമ്മളെ അസുഖം നമ്മളെ അത്രത്തോളം പിടികൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും തോന്നുന്നത് ഒരു വള്ളിച്ചെടി നമ്മൾ പിടിച്ച് മുറുക്കിയാൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് എങ്ങോട്ടും തെറ്റാൻ പറ്റില്ല. അങ്ങനെയാണ് ആ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് വേദന എന്താണ് എന്നുള്ള ഒരു വേദന കുറഞ്ഞ ഒരു സമയം നമുക്കില്ല. ഫുൾ ടൈം വേദനയാകുമ്പോൾ എങ്ങനെയുണ്ടാവും. അപ്പോൾ ആ ഒരു വള്ളി പിടിച്ച് ഇതാക്കിയ ആ ഒരു വള്ളിയൊക്കെ ഫ്രീ ആയി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുണ്ട്. അതുപോലെയാണ് എനിക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം എനിക്കുണ്ടായ ഫീലിംഗ്. അതെ, ഞാൻ മാമിയോട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാമി എങ്ങനെ വേദന എങ്ങനെ വെച്ചാൽ മാമിക്ക് ഈ 24 hours ഒരാൾ ഒരേ അവസ്ഥയിൽ വേദനിപ്പിക്കുമ്പോൾ വേദന ഉള്ളതാണോ അല്ലെങ്കിൽ ഇല്ലാത്തതാണോ കുറഞ്ഞതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അല്ലേ? അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നമുക്ക് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമില്ല, അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് ദിശ എപ്പോഴും ചോദിക്കും എത്ര ശതമാനം കുറഞ്ഞു, അതെങ്ങനെയാ കുറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ കുറവൊക്കെ മനസ്സിലാവുന്നത്, വിശപ്പിൻ്റെ അളവ് മനസ്സിലാവുന്നത്. അല്ലാതെ എനിക്ക് വിശപ്പ് എത്ര കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവമേ ഫീലിങ്ങേ വരുന്നില്ല വിശപ്പിൻ്റെ. പിന്നെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമുക്കറിയുന്നത് വിശപ്പ് ഇങ്ങനെ വിശക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ വിശപ്പ് എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. നമ്മൾ ഭക്ഷണത്തിൽ കൂടെ മാത്രമല്ല, നമ്മളിപ്പം മാമീൻ്റെ ഇപ്പം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ കൺട്രോളിൻ്റെ കൂടെ തന്നെ നമ്മൾ മെഡിസിനും കൊടുക്കുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെ കണ്ടീഷൻ അല്ലേ, ഓരോരുത്തരുടെ റിപ്പോർട്ടൊക്കെ നോക്കി അവർക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള മെഡിസിനുകൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ റിസൾട്ടിലേക്ക് പൂർണ്ണമായിട്ട് എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ചില കുറഞ്ഞ പഥ്യം കാരണം ഞാൻ വരുന്നില്ല. മാമി പറഞ്ഞതുപോലെ അസുഖം കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ അടുത്ത് മുമ്പ് വന്ന ചില പേഷ്യൻസ് ഉണ്ട്, പഥ്യാണ് ഞങ്ങൾ വരുന്നില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് കഞ്ഞി കുടിക്കാൻ എനിക്ക് പറ്റില്ല, അല്ലെ അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ ആൾ 2-3 വർഷം മുമ്പെയാണ്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പം 2-3 വർഷമായിട്ട് പല സ്ഥലങ്ങളിലും പരീക്ഷണം നടത്തി അവസാന ഘട്ടം ഞാൻ തയ്യാറാണ്, എന്തിനും തയ്യാറാണ്, കാരണം അസുഖം മൂർച്ഛിച്ചു. അതുപോലെ തന്നെ ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ആര് പറഞ്ഞാൽ ഞാനില്ല, എനിക്ക് പറ്റൂല, അങ്ങനെ തന്നെയാണ് പറയില്ലേ. അതിനുശേഷം എത്രയോ കാലം കൂടിയിട്ട് മൂകാംബിക നമ്മുടെ ഇവിടെ ഇല്ലേ, എന്താണ്
മേലെയുള്ള കുടജാദ്രി കുടജാദ്രിയിൽ എനിക്ക് കയറാൻ പറ്റിയത് ഞാനപ്പം പറയും ദിശ നിന്നെ കൊണ്ട് മാത്രമേ എനിക്ക് പറ്റിയത്. എനിക്കത് ഒരിക്കലും ഞാൻ മനസ്സിൽ ചിന്തിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച കാര്യം. പക്ഷെ എനിക്ക് അവിടെ മേലെ വരെ പോയി തൊഴാൻ പറ്റി. അതൊരു വലിയ അല്ല, അത് കുറേ ആൾക്കാർക്കുള്ള ആഗ്രഹം കേട്ടോ. ഈ നമുക്കൊരു ഒരു 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 ഘട്ടം കഴിഞ്ഞാലാണ് യാത്രകളൊക്കെ പോകാൻ, ടൂറൊക്കെ പോകാനുള്ള ഇഷ്ടം ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇതുപോലെ കുറേ ആൾക്കാർ പറഞ്ഞു തരും. ഞാൻ പോയിട്ട് അവർ വന്നിട്ട് ആ സന്തോഷം ദിശയെ വിളിച്ച് പറയുമ്പോഴാണ് നമുക്കും അതിലും വലിയ സന്തോഷം. നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച സ്ഥലത്തൊക്കെ പോകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്ത് പോകുന്നതോറും ദിശയെ വിളിച്ചിട്ട് ഒരു താങ്ക്സ് പറയാറുണ്ട്. അപ്പോൾ മാമി ഇപ്പം മൂകാംബിക പോയി, ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമുള്ള ഞാൻ അമ്മേനോട് പറഞ്ഞിട്ട്, സുമേഷിൻ്റെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, ഏച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരാഗ്രഹമുള്ള ശബരിമലക്ക് പോകാനാണ്. അതൊരു 3-4 വർഷം കഴിയുമ്പോഴേക്കൽ ഒരു 60 ആകുമ്പോഴേക്കൽ പോകണം എന്ന്. അപ്പോൾ ഏച്ചി പറഞ്ഞാൽ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി പോകണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഉള്ളത്. മാമീൻ്റെ റിവ്യൂ എടുത്ത് കഴിഞ്ഞിട്ട് വേണം അമ്മേൻ്റെ റിവ്യൂ എടുക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ പറയും, മാമീനെ കൊണ്ട് തന്നെ ഇപ്പോൾ ദിശ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ എല്ലാവരെ കൊണ്ട് തന്നെ റിവ്യൂ എടുത്തിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും റിവ്യൂ തരാൻ തയ്യാറില്ല. സത്യത്തിൽ അത് ഒന്നുമല്ല, അവർക്കത് പുറത്ത് ഈ മീഡിയയിലേക്ക് വരുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ചില ആൾക്കാർ ഈ പറഞ്ഞതുപോലെ കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ ഓക്കെ ഞാൻ തരാം എന്ന് പറയാറുണ്ട്. അപ്പോൾ പിന്നെ ഒന്നുമില്ല, റിസൾട്ട് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഫേസ് ചെയ്യാനല്ല, ആൾക്കാരുടെ മുമ്പിൽ ഞാനൊരു രോഗിയെന്ന് പറയുന്നതിനോ മാമി പറയുന്നതിന് മടിയായതുകൊണ്ടായിരിക്കാം. മാമി എന്തുകൊണ്ടാണ് ഇപ്പോൾ റിവ്യൂ തരാം എന്ന് സമ്മതിച്ചത്? പൊതുവേ എല്ലാവരും റിവ്യൂ തരാൻ മടി കാണിക്കാറുണ്ട്. ഇപ്പം മാമിക്ക് റിവ്യൂ തരാൻ എന്തുകൊണ്ടാണ് തോന്നിയത്? അല്ല, അത് എന്തായാലും നമ്മളിങ്ങനെ ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ മാത്രം അനുഭവിക്കില്ലല്ലോ, ബാക്കിയുള്ള കാണുന്ന ആൾക്കാരും. ഇതിനോട് കുറേ ആൾക്കാർ എന്നെപ്പോലെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു പ്രചോദനം, അല്ലെങ്കിൽ അവർക്ക് വന്നിട്ട് കാണാനുള്ള ഒരു അവസരമാണ് എനിക്ക് കിട്ടിയ ഒരു സന്തോഷവും അതുപോലെ വേദന കുറഞ്ഞതൊക്കെ മറ്റൊരാൾക്ക് കൂടി കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ അതുകൂടി കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ കുറേ ദിവസമായി പറയുന്നത് ദിശേനോടൊന്ന് നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാമെന്ന്. പിന്നെ അതുപോലെ തന്നെ മക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അമ്മേനെ ഇപ്പോൾ അമ്മക്ക് നോക്കാൻ പറ്റും, നമ്മൾ രോഗം കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ്, ഇപ്പോൾ ദിശേച്ചിയുണ്ട്, ദിശേച്ചിൻ്റെ അടുക്കുന്ന എടുക്കും. അപ്പോൾ നമ്മളെല്ലാം ഒരു പ്രാപ്തിയായി ഒരു ഇത് എത്തുമ്പോൾ അമ്മ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അമ്മേനെ നോക്കുക, വേറെ ആരെയും നമ്മളെ പറ്റിയൊന്നും ചിന്തിക്കണ്ട എന്നുള്ള. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് എല്ലാം ചെയ്തത്. അത് എല്ലാവരോടും തന്നെ പറയാനുള്ളത്. കാരണം വെച്ചാൽ ആദ്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആരോഗ്യമാണ്. നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അത് ആരുടെയും കുറ്റമൊന്നുമല്ല. കാരണം ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ നോക്കാൻ പറ്റും പ്രോപ്പറായിട്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ആ നോക്കലിൻ്റെ അളവുകൾ കുറഞ്ഞ് വരും. വേണ്ടത് ഈ നോക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അപ്പോൾ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ദിശക്ക് എന്താണ് മാമിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു പലതരം നമ്മുടെ നമുക്ക് എനിക്കൊന്നും പറയാനുള്ളതെന്ന് വെച്ചാൽ പൈസ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ പോയത്. അപ്പോൾ കുട്ടികളും അതാ പറഞ്ഞു, ആരോഗ്യം പൈസയൊക്കെ ആയിട്ട് വരുമ്പോൾ അമ്മ ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നല്ലോണം ഹെൽത്ത് നോക്കുക, എന്നിട്ട് ഇതാകുക. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പൈസ ഇല്ലാത്ത സമയത്ത് ആരോഗ്യം ഇങ്ങനെ വഷളാക്കി അവസാനം പൈസ എല്ലാം വരുന്ന സമയത്താണ് ഈ ടൂറിനൊന്നും പോകാൻ പറ്റില്ല, ആരോഗ്യം കാരണം. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ആരോഗ്യം കൂടെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് പൈസ എല്ലാം വരുന്ന ഒരു നല്ലൊരു സെറ്റിൽഡ് ആകുന്ന സമയത്ത് നമുക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യകാലം മുതലേ തന്നെ ആരോഗ്യം സൂക്ഷിക്കണം. അപ്പോൾ ദിശക്ക് എന്താണ് മാമിയെ കുറിച്ച് പറയുന്നത്? പല തരത്തിലുള്ള പേഷ്യൻസുകൾ വരുമല്ലോ. അപ്പോൾ ഓരോരുത്തർ ക്യാരക്ടർ ബേസിലും അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു മാമി? ആദ്യം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നൊക്കെ മാമിക്ക് അറിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടില്ല. മാമി ഇടക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ മുട്ടുവേദന, കൈവേദന എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ള രീതിയിലൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കുറേ നാൾ അങ്ങനെ പോയി. നമ്മൾ ദിവസവും കാണുമ്പോൾ വേദന ഉണ്ട്, ഞാൻ ഇന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളത്തേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടുമില്ല, ഞാനായിട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ കുറേ നാൾ കടന്നുപോയി. പിന്നെയാണ് നമ്മൾ ഇവിടെ ഓരോ പേഷ്യൻസ് വന്നിട്ടുള്ള അവരുടെ അനുഭവം പറയുമ്പോൾ മാമി വിചാരിച്ച് എന്നാ പിന്നെ ഞാനും ഒന്ന് ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതാണ് പ്രധാന പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഇനിയെല്ലാം മാറ്റി വെച്ച് ഇതൊന്ന് നോക്കാം, ഇത് എന്നാലും വേണ്ടില്ല, ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ സീരിയസ് ആയിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റിലേക്ക് എത്തിയതിന് ശേഷം അമ്മ ഞാൻ പറയുന്ന പോലെയൊക്കെ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹൈപ്പോതൈറോയിഡിസത്തിന് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, 8 വർഷമായിട്ട് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് മാമി അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഫുള്ളായിട്ട് വേദന, ക്ഷീണം, പിന്നെ തടി കൂടി വരുന്നു എന്നൊക്കെ ആണെങ്കിലും അത് തൈറോയ്ഡ് കൊണ്ടാണോ അല്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഒന്നും അങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയിരുന്നു തൈറോയിഡിന്റെ. ഹഷിമോട്ടോ ഹൈപ്പോതൈറോയിഡിസം ആയിരുന്നു. 8 വർഷമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളതൊക്കെ നിർത്തിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ
വേറെയുള്ള ടാബ്ലറ്റുകളൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിരന്തരം നമ്മളടുത്ത വീട്ടുകാരെ പോലെ തന്നെ ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിലാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. നിരന്തരം നമ്മൾ എന്ത് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. മാമിയുടെ ഇഷ്ടംപോലെ യാത്രകൾ ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ ഒരു ഫോളോ അപ്പ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തൈറോയിഡിന്റെ ടാബ്ലറ്റോ വേറെ തൈറോയിഡ് എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ എനിക്കെന്ന് വെച്ചാൽ മൈഗ്രെയിൻ ഉണ്ട്, നമുക്കിടക്ക് ഭയങ്കര സൗണ്ട് കേട്ടാൽ അങ്ങനെ അതൊക്കെ വരുമ്പോൾ ഒക്കെ ഇറിറ്റേഷൻ ഉണ്ട്. അതേപോലെ ചെവീൻ്റെ ഒരു എന്താ പറയുക, എപ്പം നോക്കിയാലും ചെവിയിൽ നിന്നൊരു ചൊറിച്ചൽ, അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അതേപോലെ എനിക്ക് ടേസ്റ്റ് അറിയാൻ, മണക്കാൻ അതൊക്കെ കുറച്ച് കുറഞ്ഞ പോലെ ഇരിക്കുന്നു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനോടുകൂടി എന്നും ഭയങ്കര സ്മെല്ലും എല്ലാം നമുക്ക് കിട്ടാൻ തുടങ്ങി. കാരണം ഞാൻ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാഫ് റൂമിലൊക്കെ കയറുമ്പോൾ ഞാൻ പറയും ഇതെന്ന് ഇവിടെ എന്തോ ഒരു സ്മെല്ല് എന്നൊക്കെ ഞാൻ ചോദിക്കലുണ്ട്. അപ്പോൾ പറയും നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ എല്ലാവരും നമ്മൾ അറിയാതെ സ്മെല്ല് വരെ നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ ഇപ്പം ഭക്ഷണമെല്ലാം കഴിക്കാം. പല പേഷ്യൻസും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്നാൽ പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ 1 by 1 ആയിട്ട് എഴുതി 10-12ഓളം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ 15ഓളം പ്രശ്നങ്ങൾ നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. മാമീൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ദിശയുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടാവുന്നതാണ്. ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളതൊരു ഫയലാക്കി വെച്ചിട്ടില്ല. പേപ്പറൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ നോക്കിയിട്ടാണ്, ഇപ്പോൾ കുറേ വർഷം മുമ്പേ ചെയ്തതല്ലേ. അപ്പം അന്ന് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്ത് എഴുതിയതും ബ്ലഡ് റിപ്പോർട്ട്സും ഒക്കെ ഉണ്ട്. ഞാൻ എഴുതി വെച്ചതൊക്കെ ഞാൻ ഇപ്പോൾ നോക്കി, പക്ഷെ ഫയലായിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം അതിനകത്ത് ESR ഒക്കെ ഒരുപാട് കൂടുതലായിരുന്നു. ശരീരത്തിൽ നീർക്കെട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വേദനകൾ, ശരീരം മുഴുവൻ വേദന എന്ന് പറഞ്ഞ വേദന വന്നത്. നീർക്കെട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 8 വർഷമായിട്ട് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ TPO ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് പോസിറ്റീവായി. TPO പോസിറ്റീവായിരുന്നു. അപ്പോഴാണ് ഹഷിമോട്ടോ ആണെന്ന് മനസ്സിലായത്. പിന്നെ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു. ഇപ്പോൾ നമ്മൾ 2021 സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷം തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഇതുവരെ കഴിച്ചിട്ടുമില്ല. പക്ഷേ ഇടയ്ക്ക് നമ്മൾ 6 മാസമൊക്കെ കൂടുമ്പോൾ ഫ്രീ T3 ഫ്രീ T4 ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ തൈറോയിഡ് ഹോർമോൺസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും നോർമൽ കണ്ടീഷനിൽ തന്നെയാണ്. പിന്നെ വെയിറ്റ് അന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നത് 68 kg. നമ്മൾ ആ ഫസ്റ്റ് ടേം ട്രീറ്റ്മെൻറ്റിൽ തന്നെ 14 കിലോ കുറഞ്ഞു. അപ്പോൾ മാമിക്ക് എത്രയാണോ വെയിറ്റ് വേണ്ടത്, ഐഡിയൽ ബോഡി വെയിറ്റ് ആയി. പിന്നെ അതിനുശേഷം നമ്മൾ നോർമൽ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടും പണ്ടത്തെ തടി ഇതുവരെ പിന്നെ തടി ആ ഒരു നീരോടുള്ള ഒരു തടിയായിരുന്നു. ആ തടി പിന്നെ വന്നിട്ടില്ല. അപ്പോൾ മാമി എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുമുണ്ട്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അല്ല, മാമിക്ക് എപ്പോഴും തടി ഒരു പ്രശ്നമാണ്. വെറുതെ ഇരുന്നാൽ തന്നെ തടിക്കുന്ന ഒരാളാണ് മാമി. അല്ല, അങ്ങനെയല്ല, വെറുതെ ഇരുന്നാലെന്നല്ല, ഫുഡ് മുന്നിൽ വെച്ചാൽ തന്നെ തടിക്കും. അപ്പോൾ തടി എപ്പോഴും മാമിക്കൊരു പ്രശ്നം. വെറുതെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാമിക്ക് ഡ്രസ്സുകളൊക്കെ ഈ പറഞ്ഞ നല്ല ഡ്രസ്സുകളൊക്കെ മേടിച്ച് കൊണ്ടുവരും. അത് ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം. അത് ഭയങ്കര പ്രശ്നമല്ലേ മാമിക്ക്? അപ്പോൾ ആ തടി മാമിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാമി വളരെ കംഫർട്ടബിൾ. ഞങ്ങൾ ആ സമയത്ത് ഞാൻ ഏത് ഷോപ്പ് പോയാലും ഞാൻ ഇട്ട് നോക്കുമോ വാങ്ങുമോ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ XXL ഒക്കെ വേണം. പിന്നെ ആ സമയത്തൊന്നും അതൊന്നും ഒരു 2020 അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് എവിടെയും കിട്ടലില്ല. അത് പിന്നെ സൈഡ് ചെയ്യണം. എന്തിനേത് നിൽക്കുന്ന അത്യാവശ്യം 1-2 ചുരിദാർ എടുക്കും, അത് സ്റ്റിച്ച് ചെയ്യിക്കുന്നല്ലാണ്ട് വേറെ ഞാൻ ഒരിക്കലും ആ സെക്ഷനിലേക്കേ പോക്കില്ല. പക്ഷേ ഈ മെലിഞ്ഞതിന് ശേഷം ഇപ്പം എന്താ പറയണ്ടേ, അതിലേക്കേ പോക്കുള്ളൂ. ഡ്രസ്സിനോടൊക്കെ ഭയങ്കര കമ്പുണ്ട് എല്ലാം ഇടാനും. അതാണല്ലോ നമുക്ക് മെയിനായിട്ട്. നമ്മളിപ്പം തടി എങ്ങനെ കുറയുന്നുള്ളതേനും ആദ്യത്തെ ഏറ്റവും വലിയ ഒരു ഇത്. അപ്പോൾ അതും എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് കിട്ടിയാലും ഭയങ്കര ഒരു സന്തോഷം. അത് മാമി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. സ്കൂളിൽ എന്തോ പരിപാടി, പുതിയൊരു പ്രിൻസിപ്പളോ ആരോ വന്നു. അന്നേരം മാമി പറഞ്ഞു, ഞാൻ മെലിഞ്ഞ ടീച്ചർ മാറി നിൽക്കുന്നപ്പോൾ മാമിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത്രയും നാൾ തടിച്ച് ആ സമയത്ത് മാമി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം തടി ഉണ്ടായിരുന്നു. മാമി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരു ദിവസം കൂടെ സ്കൂളിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും ഞാൻ കണ്ടപ്പോൾ ഞെട്ടി. കാരണം പണ്ട് കല്യാണം കഴിക്കുമ്പോൾ മാമൻ്റെ കൈ പിടിച്ച് വന്ന മാമി, കാരണം ആ ഒരു പ്രായം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇത് കാണുമ്പോൾ സമൂഹത്തിലുള്ള പല ആളുകളും പറയും, എന്ത് പറ്റി സുമയെന്ന്. അതെ, മാമി ആ സമയത്ത് കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, പോകുന്ന പല കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ചോദിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടോ ഡോക്ടറെ കാണിക്കണേന്നൊക്കെ.
ശരിക്കും അസുഖമുള്ള സമയത്ത് ആരും ചോദിച്ചിട്ടില്ല, മാറി വരുമ്പോഴാണ് എല്ലാവരും. അവരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ ഉള്ളിൽ നമ്മൾ ഓക്കെ ആണെന്ന് നമുക്ക് അറിയാം. കാരണം ഞാൻ നടന്നെല്ലാം പോകുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര മെലിഞ്ഞിട്ടുണ്ട്, എന്നാ പറ്റിയെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ ഹാപ്പിയാണ്. കാരണം നമുക്കൊരു അസുഖമോ എന്ത് ജോലി ചെയ്യുന്നതിനും ഒന്നിനും ഭയങ്കര നമ്മൾ എന്താ പറയുക, കുട്ടികളെല്ലാം ഓടി നടക്കുന്ന പോലെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. നമ്മളെ ഉള്ളിൽ എല്ലാം വെയിറ്റ് എന്നല്ല, നമുക്ക് എന്തൊക്കെയോ കിട്ടിയ പോലെയാണ് നമുക്ക് തോന്നിയത്. അല്ല, കാണാനും ഭംഗി തന്നെയാണ്. പക്ഷെ തടിച്ച് കണ്ട ഒരാളെ പെട്ടെന്ന് മെലിഞ്ഞ് കാണുമ്പോൾ ആളുകളുടെ ഒരു സമൂഹം ഉണ്ടാക്കി വെച്ചൊരു സംഭവം ഉണ്ടല്ലോ. ഇന്നൊരു പ്രായം ഇത്ര തടി ഉണ്ടാവും, അല്ലെങ്കിൽ തടിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നമാണ്. അപ്പൊ തടി ഉള്ള ആൾക്കാർ കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അതുപോലെ കണ്ണിൽ അങ്ങനെ തന്നെ കണ്ടുപോയല്ലോ. ഇനിയിപ്പോൾ അത് കുറയുമ്പോൾ എന്തോ പ്രശ്നമാണ്. അല്ലാതെ അതിങ്ങനെ നല്ല റിവേഴ്സ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ചുകൊണ്ടിരുന്ന ആയിരിക്കും മനസ്സിലാവില്ല. എല്ലാവരും എന്തോ സൂക്കേട് വന്നിട്ടുണ്ട്, ഷുഗർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുക. ഇതല്ല, ശരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കറക്റ്റ് നമുക്ക് കാണുന്നതാണ് സത്യത്തിൽ ആ തടി കുറയുന്നത്. മാമി പറഞ്ഞിരുന്നു, മാമീൻ്റെ സുഹൃത്തുക്കളൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈയിടെയായിട്ട് സുഹൃത്തുക്കളൊക്കെ നല്ല തടിയുള്ളത് കൊണ്ട് ആ ചുരിദാറിൻ്റെ ഭാഗത്തൊന്നും പോകില്ല എന്ന്. മാമിയോട് പറഞ്ഞു, എനിക്കൊന്നും ഇട്ട് നോക്കാമല്ലോ ഒന്നല്ലേ. ഇത് തന്നെ പല തടി കാരണം പല ആളുകൾക്കും പല ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളും ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ മാമി എന്തായാലും അതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മാമിൻ്റെ അറിവിലുള്ള ആൾക്കാർക്കൊക്കെ. അല്ല, സ്മോൾ സൈസ് വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. ട്രിപ്പിൾ എക്സൽ ഉള്ള ഞാൻ ഡബിൾ എക്സൽ, പിന്നെ എക്സലായി, പിന്നെ ലാർജായി, സ്മോൾ വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, മാമി ആദ്യ കാര്യങ്ങളൊക്കെ സ്മോളും മീഡിയം ലാർജല്ലോ പല ആൾക്കാർക്കും കൊടുക്കാറുണ്ട്. നല്ല ഡ്രസ്സൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. ഇപ്പം ആരും കൊടുക്കുന്നില്ല ഡ്രസ്സ്. കാരണം നല്ല ഇഷ്ടപ്പെട്ടൊക്കെ മാറ്റി വെക്കും. അഥവാ തടി വന്നാൽ ഇത് ഞാൻ മീഡിയത്തിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലേ? അല്ല, ഒരിക്കലും ഞാൻ മെലിയെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അസുഖം നമുക്ക് ഉള്ളിലുള്ള കാണുന്ന ആൾ തടിച്ചിട്ടല്ലേ കാണുന്നത്. ഞാനൊരിക്കലും മെലിയില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. കാരണം ഇതിങ്ങനെ മെലിയാൻ തുടങ്ങി എനിക്ക് അതിൽ വേദനയേക്കാൾ ഏറെ സന്തോഷമായിട്ടായിരുന്നു. ഇങ്ങനെ മെലിഞ്ഞ് ഞാൻ വരുമല്ലോ എന്നുള്ളത്. അതിന് വലിയ ഒരു റിസ്ക് ഒന്നും ഇല്ല. ഇപ്പം പല ആൾക്കാരും ഇത്ര മാസം കൊണ്ട് ഇത്ര തടി കുറച്ചു എന്ന് പറയുന്നത് അതൊക്കെ നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇവിടെ ട്രീറ്റ്മെന്റിൽ തടി കുറക്കുക എന്നുള്ളതല്ലേ, നമ്മളെ ഒരു സന്തോഷം പറഞ്ഞതേ ഉള്ളൂ. തടി കുറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അസുഖവും മാറുന്നുണ്ട്. നമുക്ക് വേണ്ട തടി മാത്രമേ നമ്മളെ ശരീരത്തിലുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തടി കുറയാൻ വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പലതും കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഫ്ലോപ്പാന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പിന്നെ ഇത് തടിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് ഫുഡ് ഇത് വേണ്ടത് എന്താ പറയുക, നമ്മൾ എന്തായാലും എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കുകയും ചെയ്യാം, നമുക്ക് ആ ഒരു ഇതിൽ നിൽക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ. അതേപോലെ മാമി തടിച്ച സമയത്ത് അനീമിക് ആയിരുന്നു, HB ഒക്കെ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബ്ലഡൊക്കെ പാകത്തിനായി. അപ്പോൾ ആൾക്കാർ വിചാരിക്കുക തടിച്ചാലാണ് ആരോഗ്യം എന്ന് വിചാരിക്കുന്നത്. നമ്മള് പല രക്തക്കുറവുകളൊക്കെ ആയിരിക്കും തടിച്ച സമയത്ത് ഉണ്ടാവുക. അതിനുശേഷം പിന്നെ ട്രീറ്റ്മെന്റിന് ശേഷം രക്തമൊക്കെ HB ഒക്കെ നോർമലായി, ബ്ലഡ് കൗണ്ട് ഒക്കെ നോർമലായി വരുന്നു. അല്ല, ഇതിലൊരു പ്രധാന ഒരു കാര്യം, ഒരു നല്ല തടിയുള്ള ഒരാളൊരു ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ശരിക്കും തടി കുറക്കാനല്ല ഇവിടുന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അവരുടെ അസുഖങ്ങളൊക്കെ പഠിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ തടി കുറഞ്ഞ് എന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്ന ആൾ തടിയുള്ളവർക്ക് മാത്രമേ ഇത് എടുക്കാൻ പറ്റും. ചിലപ്പോൾ മെലിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, ഫുൾ അസുഖമുള്ള ആൾ, അവർ പലതും കഴിക്കാണ്ടും അതേപോലെ ചില സാധനം കൂടുതൽ കഴിക്കുകയൊക്കെ ചെയ്യും. ഇതെന്ന് വെച്ചാൽ മെലിഞ്ഞ ആളെ തടിപ്പിക്കാനോ അല്ലെങ്കിൽ തടിച്ചാളെ മെലിയാനല്ല, നമ്മൾ അസുഖങ്ങൾ മാറ്റുക. എന്താണ് അത് കണ്ടെത്തി ഓരോരാൾക്കും ഇപ്പം എൻ്റെ അസുഖമുള്ള വേറൊരാൾക്ക് വേറൊരു തരത്തിലായിരിക്കും ട്രീറ്റ്മെൻറ്റും അതേപോലെ മെഡിസിനൊക്കെ മാറ്റമായിരിക്കും. അല്ലാണ്ട് നമ്മളിപ്പം തടിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ എന്നുള്ളത് ഇല്ല. അത് മനസ്സിലാക്കിയിട്ട് ഇപ്പം ദിശ ഇപ്പം എൻ്റെ മനുവിൻ്റെ ഭാര്യയാണെങ്കിലും കൂടി നമ്മളെന്നും എന്താണ് ഈ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടും എല്ലാ ദിവസവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത് ഒരു ഡോക്ടർ എന്നുള്ള ഇതിൽ അതിപ്പം ബന്ധുവാണ് അല്ലെങ്കിൽ മാമിയാണ് എന്നുള്ള ഇതല്ല, ഒരു പേഷ്യൻ്റ് എന്നുള്ള ഇതിൽ നമ്മളെപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. രാവിലെ ഞാൻ എണീറ്റ് 7 മണിയാകുമ്പം തന്നെ മെസ്സേജ് ഇടും, ഉച്ചയാകുമ്പോൾ പിന്നെയും മെസ്സേജ് ഇടും, ഇങ്ങനെ ഇടും. അതിൽ നമുക്ക് എവിടെയെങ്കിലും ഇപ്പം ട്രീറ്റ്മെൻറ്റ് നിർത്തി ആകുമ്പോൾ പിന്നെ ഒരു അസുഖം വരുമ്പോൾ ഞാനിടും. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാനൊരു പനി ജലദോഷം അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു ഗുളികയും കുടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു ഗുളികകളൊന്നും തന്നെ പിന്നെ കഴിച്ചിട്ടില്ല. ഇതിപ്പം മാമി 2021 ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതാണല്ലോ. 2021 ട്രീറ്റ്മെൻറ്റ് തുടങ്ങി നമ്മളിപ്പം റിവ്യൂ എടുക്കുന്നത് 2026 അതാണ് പല സ്ഥാപനങ്ങളിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് 14 ദിവസത്തോ 20 ദിവസത്തോ ട്രീറ്റ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് എല്ലാവരും റിവ്യൂ എടുക്കുക.
അപ്പോൾ ഇവർക്ക് കുറച്ച് സുഖം ഉണ്ടാവും ചിലപ്പോൾ. ആ സമയത്ത് ഇവർ മാക്സിമം ഏത് സ്ഥാപനമാണ് എല്ലാവരെയും കുറ്റം പറയുന്നതല്ല, പിന്നീട് പോയാൽ അവർക്ക് അവരെ കിട്ടില്ലായിരിക്കും റിവ്യൂ എടുക്കാൻ. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഒരു റിവ്യൂ തരുമെന്ന് വെച്ചാൽ റിവ്യൂ എടുക്കുന്നത് പല സ്ഥാപനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് അവർ പറയാം അവിടുത്തെ ഫെസിലിറ്റീസും ഭക്ഷണത്തിൻ്റെ കൂടുതൽ ആൾക്കാർ ഭക്ഷണം നല്ല സർവീസാണ്, നല്ല ഭക്ഷണം. അസുഖത്തിൻ്റെ ആൾക്കാർ പറച്ചിൽ വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അസുഖമാണ്, അതിൻ്റെ കൂടെ നമ്മളെ കൊണ്ടാവുന്ന സർവീസും മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിപ്പോൾ ആയുർവേദം ഇതുപോലെയുള്ള തീവ്രമായ അസുഖങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ്. കൂടുതൽ ആൾക്കാർ കോസ്മെറ്റോളജി, പിന്നെ സുഖചികിത്സ, കർക്കിടക ചികിത്സ അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടും ഭക്ഷണത്തിൻ്റെ സ്വാദിനെ കുറിച്ചിട്ടൊക്കെ അല്ലേ അവർക്ക് പറയാൻ പറ്റും. അതുമാത്രം പലരും റിവ്യൂ എടുപ്പിക്കാൻ ഈ പുറത്തുള്ള പല പേഷ്യൻസും സമ്മതിക്കില്ല. പക്ഷെ ഞങ്ങൾ പല റിവ്യൂസിലും കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മളടുത്ത റിലേറ്റീവ്സൊക്കെ നമുക്ക് റിവ്യൂസ് തന്നിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഏട്ടൻ തന്നിട്ടുണ്ട്, ഏട്ടൻ്റെ ഫാമിലി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ മാമി തന്ന്, അതുപോലെ തന്നെ നമ്മൾ അടുപ്പുള്ള സുഹൃത്തുക്കളെല്ലാം, അടുത്ത സുഹൃത്തുക്കളൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു, അവർ ഞങ്ങൾക്ക് റിവ്യൂ തരികയും ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കമലമ്മേനെ കൊണ്ടൊന്ന് എടുപ്പിക്കണം. അപ്പം ഉപയോഗിക്കും ഇതിൻ്റെ സ്വന്തം അമ്മേനെ കൊണ്ടൊക്കെ എന്നാൽ റിവ്യൂ എടുപ്പിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് അവരുടെ ലക്ഷണങ്ങൾ അതുപോലെയുള്ള ലക്ഷണങ്ങൾ മറ്റുള്ള പലർക്കും ഉണ്ടാവില്ല. അത് കേട്ടിട്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാമല്ലോ എന്നുള്ള കാര്യം തന്നെയാണ്. അതെ അതെ, ഞങ്ങളെ ഫാമിലിയിൽ എല്ലാ ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. നമ്മളിപ്പം പൂർണ്ണമായും ഒരു ആയുർവേദ ഫാമിലി തന്നെയാണ് അല്ലേ, മറ്റേ അലോപ്പതി മരുന്നുകളും അല്ലെങ്കിൽ ഹോമിയോപ്പതി മരുന്നുകളൊന്നും അല്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ലൈഫ് ലോങ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെടുത്ത് ഇപ്പോൾ 2021 എടുത്തിട്ട് 26 നമ്മൾ അതിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഏത് പേഷ്യൻറ്റിനും അങ്ങനെ തന്നെയാണ്. മുന്നേ ഉള്ളവർ ഇടക്കിടക്ക് വിളിച്ചിട്ടും ഇതാക്കുന്നുണ്ട്. വേറെ ഒരു മരുന്നിലേക്ക് പോകുന്നില്ലല്ലോ. നമുക്ക് ജലദോഷം, ചുമ അതൊക്കെ ഏതൊരാൾക്കും വരും. അതായത് മാമി പറഞ്ഞ പോലെ അത്രയും മരുന്നുകൾ കഴിച്ച ഒരാളാണ് ഇപ്പം 2021 ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 2026 പിന്നീട് മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ല. ആ മരുന്നുകൾ കഴിക്കാണ്ട് നിന്നാൽ തന്നെ ഒരുവിധം ശരീരം നമ്മുടെ സെറ്റാവും. ഇപ്പം അതേപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഇളയ മകൻ സ്കൂളിൽ നിന്ന് വീണിട്ട് നെറ്റ് പൊട്ടി, അങ്ങനെ 5 സ്റ്റിച്ചില്ലേ, കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം കേട്ടോ. 5 സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും വന്നു, അപ്പോൾ സ്റ്റിച്ച് എടുത്ത് ഇപ്പോൾ കുറേ മെഡിസിൻ തന്നു, ആൻറ്റിബയോട്ടിക് തന്നു. ആൻറ്റിബയോട്ടിക് കഴിച്ചു. പിന്നെ അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലും ഡ്രഗ് എന്തെങ്കിലും അലർജി ഉണ്ടോന്ന്. പക്ഷെ ഞങ്ങൾ ഇതുവരെ വേറെ അലോപ്പതി മെഡിസിൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അലർജി ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആ കാര്യം പറഞ്ഞു. അപ്പോൾ ആൻറ്റിബയോട്ടിക് പിന്നെ സ്റ്റിച്ച് ഇട്ടത് കൊണ്ട് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരണ്ട എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞല്ലേ എന്ന് വെച്ച് കൊടുത്തു. അത് ഈ നെറ്റിയിൽ നല്ലൊരു കുഴി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ഇടുക. വേറെ ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ നോക്കുമായിരുന്നു, ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് അവന് മോഷൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അത് കാരണം നമ്മൾ ഈ മോഷൻ്റെ പ്രശ്നം കാരണം നമുക്ക് ഈ നെറ്റി പൊട്ടിനേക്കാൾ പ്രശ്നമായി ഈ മോഷൻ്റെ കാര്യം. അവന് ഈ ബാത്റൂമിൽ പോയി കരയാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസാനം ദിശ പറഞ്ഞു സപ്പോസിറ്ററി വെച്ചിട്ടും പോകുന്നില്ല, അത്ര പാടായി. എന്നിട്ട് പിന്നെ എനിമ കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഡോക്ടർ പിന്നെയും സപ്പോസിറ്ററി വെക്കാൻ പറഞ്ഞു. പിന്നെ വേറെ മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ ഇതിന്റെ പേരിൽ വേറെ 3-4 മരുന്ന്, പിന്നെ ഗ്യാസിന്റെ മരുന്ന് തന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നാണ് പോയത് മോഷൻ. അതിനുശേഷം അവൻ പറയും എനിക്ക് ആ മരുന്നേ വേണ്ട, എല്ലായിടത്തും അവൻ പറയാ ആ മരുന്ന് വലിച്ച് ചാടണം പപ്പാന്ന്. അപ്പം ഞാൻ പറഞ്ഞ അല്ല, ഞാനിത് പറയാൻ കാരണം ഒരു മരുന്നിനെയും ആൻറ്റിബയോട്ടിനും അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതൊന്നും അറിയാതെ പല ആൾക്കാരും ഇങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒന്ന് ഇതായി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുക. അല്ല, നമ്മളെ ശരീരത്തിൽ രോഗം ഉള്ളതിന്റെ മേലെയാണ് വീണ്ടും മരുന്ന് കഴിക്കുന്നത്. അതെ അതെ, എന്താണോ പ്രശ്നം അത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനും മെഡിസിൻ കൊടുക്കുമ്പോൾ കറക്റ്റ് അത് വർക്കാകുന്നത് അതുകൊണ്ടാണ്. അത് പല ആൾക്കാർ അനുഭവിച്ചറിഞ്ഞൊരു സത്യമാണ്. അപ്പോൾ മാമി ഇതുപോലെ ഞങ്ങൾക്ക് റിവ്യൂ തന്നതിന് ഒരുപാട് നന്ദി. മാമിക്ക് ഒരൊറ്റ വാക്കിൽ ഞാൻ ചോദിക്കുകയാണ്, ദിശയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മാമിക്ക് ഒരു ചെറിയ 3-4 വാക്യത്തിൽ പറഞ്ഞാൽ എന്താണ് പറയുക? ഞാൻ ഫസ്റ്റ് തന്നെ ദിശേനെയാണ് പ്രിഫർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറേ എടുത്ത് പോയിട്ട് ലാസ്റ്റ് എത്തുന്നതിലും നല്ലത് ഫസ്റ്റ് തന്നെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കാഠിന്യം കുറയും നമുക്ക് ഉള്ള അസുഖത്തിന് മാറ്റിയെടുക്കാൻ. ഇതെല്ലാവരുടെയും ഫുള്ളായിട്ട് പോയിട്ട് ഇപ്പോൾ എൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര അസുഖമായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അത് അവരെ അത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരല്ല കുറേ 2-3 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവർ തയ്യാറാണ്. ആകെ 23-24 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് പെട്ടെന്ന് അത് ഇവളെ ട്രീറ്റ്മെൻറ്റ് എടുത്തു അവളും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്തൊരാളെ അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊന്ന് ദിശേനെ പോയി കാണുക. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ പിന്നെ ഫീസ് കൊടുക്കുക അല്ലെ എന്തെന്നാ അത്ര അന്നല്ല, നിങ്ങളെ ശരീരത്തിനെ പറ്റി ഓളൊന്ന് പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നതിന് ഒന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫീസ് അതിൻ്റെ കാര്യമില്ലല്ലോ. നമ്മൾ ആ ബോഡിയിൽ വെറുതെ
മരുന്ന് കുത്തിക്കയറ്റണ്ടെന്നുള്ളത് ഞാൻ അതേ പറയുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കറിയാം എല്ലാവരും തിരിച്ചെത്തുന്നു. കാരണം വെച്ചാൽ എൻ്റെ കാര്യം തന്നെ എനിക്ക് നല്ലോണം അറിയാം. എല്ലാവരുടെയും പോയിട്ട് ഞാൻ തിരിച്ച് ഇങ്ങനെയൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പം രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇല്ലെങ്കിൽ ഞാനിപ്പം കടന്നു പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. 2023 മുതൽ 2026 വരെ ഇപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നല്ല, ഫസ്റ്റ് കുറച്ച് എത്ര സമയം എടുത്തിട്ടുണ്ടാവും ട്രീറ്റ്മെൻറ്റ് മാമി? ഒരു 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം മാമിക്ക് അസുഖം വന്നിട്ടില്ല എന്നല്ല, മാമിക്ക് പനി, ചില നമ്മൾ സാധാരണ വരുന്ന രോഗങ്ങളൊക്കെ വന്നു. അതിനൊന്നും മാമി അതെ അല്ല, അതിനൊന്നും അലോപ്പതി മരുന്നുകൾ കഴിച്ചിട്ടില്ല. ചെറിയ ചെറിയ കുഞ്ഞു മെഡിസിൻ, ദിശയുടെ മെഡിസിനിലൂടെയാണ് ഇപ്പോഴും 6 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങോട്ടും ഇതുപോലെ അസുഖങ്ങളൊന്നും വരാതെ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ മാമിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ല, ഞാൻ ഇന്നാലെ ഒരു കൈനോട്ടക്കാരി നോക്കിയാലോ 86 വയസ്സ്. അപ്പോൾ എൻ്റെ മോനിപ്പുറത്ത് അമ്മ 86 വയസ്സാണ്, നമ്മൾ നോക്കുന്നൊന്നും തോന്നുന്നില്ല, ഇപ്പം പോലും നമ്മൾ നോക്കൂലേ എന്ന് പറഞ്ഞാൽ ഇപ്പം വിട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അവിടെ കടന്നു പോയാൽ 86 വയസ്സ് വരെ നോക്കണം. അതുകൊണ്ട് ആയുസ് ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ വയസ്സായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ. അതുകൊണ്ട് വേണമെങ്കിൽ അവരവർ നോക്കിക്കോ. അതാ അങ്ങനെയാണ്. പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അവരവരെ തന്നെ നോക്കിക്കോ. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. താങ്ക് യു. ബൈ.